ഇതിപ്പോൾ നമ്മൾ 1 കിലോ പരിപ്പ് 1 കിലോ വലിയുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 100 പച്ചമുളക്, ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് പരിപ്പ് നമുക്ക് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അതിൽ കുറച്ച് ഇഞ്ചിയും നമുക്ക് ചേർത്താം. എന്നിട്ട് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് വാർത്തെടുത്തിട്ട് നമുക്ക് സബോള ഒരു 1/2 കിലോ ചെറുതാക്കി മുറിച്ചത് ഞാൻ കാണിച്ചു തരാം. എന്താ മുറിച്ച് ഈ പാകത്തിന് ചെറുതാക്കി മുറിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് നമുക്ക് പൊടിയാക്കി ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഈ പരിപ്പിൽ ചേർത്തി നമുക്ക് ഉപ്പ് പാകത്തിനിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. കുഴച്ചെടുത്തിട്ട് നമുക്ക് പരിപ്പ് വടയ്ക്കാണ്. നമുക്കത് തട്ടി നമുക്ക് എണ്ണയിലിടും പാകത്തിന് നമുക്ക് പാകമാക്കാം. ഇതിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഇത് നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഉരുണ്ടയാക്കിയിട്ട് നമുക്ക് ഈ പാകത്തിന് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കുഴച്ചിട്ട് നമുക്കിതുപോലെ ഉരുണ്ടയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് തട്ടിയിടാം. നോക്കാം. നമുക്ക് പരിപ്പ് വടയ്ക്ക് ഇതാ ഉരുണ്ടയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണയിലേക്ക് തട്ടിയിടാം. അപ്പോൾ ഇതിലേക്ക് ചേർത്തിയതൊക്കെ മനസ്സിലായല്ലോ. പച്ചമുളക് ഒരു 100, 1/2 കിലോ വെല്ലുള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഉപ്പ്, 3 മണിക്കൂർ പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളത്തിലിട്ട് വെള്ളം വാർത്തി വെച്ച് അതിനെ മിക്സിയിലിട്ടൊന്നൊരു കറക്ക്, ഒരുപാട് അരയാൻ പാടില്ല, ഒന്ന് കറക്കിയെടുത്ത് ഈ ചെറിയ വലിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും പച്ചമുളകൊക്കെ കൂടിയിട്ട് നന്നായി കുഴയ്ക്കുക. ഇഞ്ചി കുറച്ചിടണം കേട്ടോ. ഇഞ്ചി കുറച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചിട്ട് നമുക്ക് ഇത് എണ്ണയിലിടാം. പരിപ്പ് വട തട്ടി പരിപ്പ് വാരി എടുക്കാം. പരിപ്പ് വട പട്ടാണി പരിപ്പാണിത്.